ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 6 ആയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ലെസണാണ് കേട്ടോ. അപ്പം അതിൻ്റെ നോട്ട്സ് കൂടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളൊരു 10 days ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്നത് 5 സബ്ജക്ട്സ് ആണ്: എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, മലയാളം, ഇംഗ്ലീഷ് കേട്ടോ. അപ്പോൾ ഈ 5 സബ്ജക്റ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു 10 days പ്രൊവൈഡ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിലും 65 എബവ് മാർക്കും ഞാനിവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേരാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. ഇന്ന് മാത്രമാണ് അവർ കോൺടാക്ട് ചെയ്യാനുള്ള ടൈം ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്: 7012787895. ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ലെസൺ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ കൺസെപ്റ്റ് എന്താണ്? നമുക്ക് സോഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലേ, നമ്മുടെ പൊതുവായ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ബിസിനസ് നടക്കണമെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. വെറുതെ ഓരോ റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. അത് സിഗ്നിഫിക്കൻറ്റ് മാനറിലായിരിക്കണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നടപ്പാക്കേണ്ടത്. ആ നാടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മുടെ സോഷ്യൽ, അതായത് നമ്മുടെ പബ്ലിക്കിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു നീഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ അനുസരിച്ച് വേണം നമുക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യം നടപ്പിലാക്കാൻ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് കേട്ടോ. നെക്സ്റ്റ് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം, അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസ്, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ബെറ്റർ ബിസിനസ് എൻവിറോൺമെൻറ്റ്, കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ പ്രോബ്ലംസ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് ഫേവർ ആയിട്ടുള്ള, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. എപ്പോഴും ഫേവർ മാത്രമായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എഗെയിൻസ്റ്റും കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിവിടെ 4 ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കണം. നെക്സ്റ്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 ആയിട്ട്, അതായത് 5 ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് 5 നോക്കണം. ഫസ്റ്റ് വൺ ആണ് റെസ്പോൺസിബിലിറ്റീസ് ടുവാർഡ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ടുവാർഡ്സ് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അത് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ടുവാർഡ്സ് ഗവൺമെൻറ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിലാണ് ഈ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്, അതുപോലെ തന്നെ വർക്കേഴ്സ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്, പിന്നെ കൺസ്യൂമേഴ്സിനുണ്ട്, വാങ്ങാൻ വരുന്ന ആൾക്കാർക്കുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും കമ്മ്യൂണിറ്റിക്കും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഞാൻ വൃത്തിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ബിസിനസ് ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ബിസിനസ്സും എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടതാണ് എൻവിറോൺമെൻറ്റ് പറഞ്ഞ മീനിങ് കേട്ടോ. എൻവിറോൺമെൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണല്ലേ, നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം, അതാണ് നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എൻവിറോൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു എർത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് പൊല്യൂട്ടഡ് ആണ് അല്ലേ. എന്തൊക്കെ ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്? വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പൊല്യൂഷൻസ് ഒക്കെ നേരിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഒരു എൻവിറോൺമെൻറ്റിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആണ് കോസ് ഓഫ് പൊല്യൂഷൻ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ എന്താണ്? കാറ്റിലൂടെ പൊല്യൂഷൻ. അതെങ്ങനെയാണ്? വെഹിക്കിളിൻ്റെയൊക്കെയാണ് അല്ലേ. വെഹിക്കിളിലെ പെട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് വെഹിക്കിളിൽ വരുന്ന പുക കാര്യങ്ങളൊക്കെ എന്താവും? എയർ പൊല്യൂഷന് കാരണമാവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ആവശ്യമില്ലാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പുഴ, കുളം അവിടെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയാണ് വാട്ടറും പൊല്യൂട്ടഡ് ആവുന്നത്.
നെക്സ്റ്റ് ആണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷനിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോവുക, പിന്നെ ഫാക്ടറി വേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക, അങ്ങനെയൊക്കെയാണ് ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ആണ് നോയിസ് പൊല്യൂഷൻ. നമ്മുടെ ഭയങ്കര സൗണ്ടാണ് ഈ വണ്ടികളുടെ, മനുഷ്യന്മാരുടെ, അങ്ങനെ ഒരുപാട് സൗണ്ട് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പോൾ അതാണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് കേട്ടോ. നമുക്ക് പൊല്യൂഷൻ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ നമ്മുടെ ഒരു ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്, എന്തുകൊണ്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ സേഫ്, നമുക്ക് അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു പൊല്യൂഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് ആണ് എക്കണോമിക് ലോസസ് അല്ലേ. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്? പൊല്യൂഷൻ കാരണം കുറേ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. പിന്നെ പബ്ലിക് ഇമേജ് അല്ലേ, നമുക്ക് പബ്ലിക്കായിട്ടൊരു ഇമേജ് ഉണ്ടാവും. അതായത് മെയിനായിട്ട് നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പബ്ലിക് ഇമേജ് നമുക്ക് നല്ലപോലെ വേണമെങ്കിൽ പൊല്യൂഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ ബിസിനസ്സിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? 5 ടൈപ്പാണുള്ളത്. യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ റോൾ എന്താണ്, മെയിനായിട്ട് അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ ഉണ്ടല്ലേ പ്ലാസ്റ്റിക്, ചിലവിടെയൊക്കെ ഉണ്ടാവും, അതായത് വലിയ വലിയ കോംപ്ലക്സിലൊക്കെ ഉണ്ടാവും. നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കണം, പേപ്പർ കവർ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ റീസൈക്ലിങ്. ഇപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്ലിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടി പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റീസൈക്ലിങ്. പിന്നെയാണ് മോഡേണൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റിന് എപ്പോഴും ഇങ്ങനെ തുരുമ്പ് പിടിച്ചൊന്നും വേണ്ടി കളയാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് യൂസുള്ള വസ്തുവാക്കി മാറ്റാം. പിന്നെ കംപ്ലയിൻറ്റ്സ് വിത്ത് റെഗുലേഷൻസ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും മോശമായിട്ടോ എന്തെങ്കിലും കണ്ടു എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ പരമാവധി കൺട്രോൾ ആവുമെന്നാണ് പറയുന്നത്. പിന്നെയാണ് പോസിറ്റീവ് ഇനിഷ്യേറ്റീവ്സ്. എല്ലാത്തിനും നെഗറ്റീവ് മാത്രമാണ്. പോസിറ്റീവ് ഇനിഷ്യേറ്റീവ് നമ്മൾ മുന്നോട്ട് വരിക. അതായത് ഇപ്പോൾ പുഴകൾ അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ ഫ്രണ്ടിൽ വരണം. അതായത് ഇവിടെ ചപ്പ് ചവറുകളൊന്നും ഇടരുത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കില്ല. അപ്പോൾ അതിനൊക്കെയാണ് പോസിറ്റീവ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് മെയിനായിട്ട് ബിസിനസ് എത്തിക്സിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ റേറ്റ്സും കാര്യങ്ങളും പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എത്തിക്സ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയാണ് അല്ലേ. അവരുടെ വർക്ക് എങ്ങനെ കറക്റ്റ് മാനറിലും കറക്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റിയോടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊക്കെയാണ് മെയിനായിട്ട് ബിസിനസ് എത്തിക്സിൽ ഇൻക്ലൂഡ് ആവുന്നത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്ത് ഇതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 എലമെൻ്റ് ആണ് ബിസിനസ് എത്തിക്സിനുള്ളത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് എത്തിക്സ്, എസ്റ്റാബ്ലിഷിംഗ് ഓഫ് കംപ്ലയിൻസ് മെക്കാനിസംസ്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് കേട്ടോ. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് എക്സ്പ്ലനേഷൻ കൂടെ പഠിക്കുക കേട്ടോ. ചുമ്മാ ഈ പോയിന്റ്സ് മാത്രം പഠിച്ച പോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മൾ ഈ ഒരു ചാനലിൽ 10 days ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ലാസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്നത് 5 സബ്ജക്ട്സ് ആണ്. എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെസണിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സബ്ജക്റ്റിലൊക്കെ 65 എബോവ് മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള തിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് 199 ആണ് ഈ ഒരു ലെസൺസിൻ്റെ മുഴുവനായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഐഡിയ മാത്രമല്ല വിത്ത് നമ്മൾ പഠിച്ചുകൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പം നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895 കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ മറ്റും ചെയ്താൽ മതി. നമ്മൾ സഡനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.